ഹലോ, അങ്ങനെ ഞാൻ ഒരുങ്ങി കേട്ടോ. ഞാൻ മാത്രമല്ല, എലിക്കുട്ടിയമ്മയും ഞങ്ങൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ. അപ്പോൾ എത്രയും വേഗം പോകണം. അപ്പോൾ ഞാൻ രാവിലെ പോകാമായിരുന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര മഴയാണ്. കൊല്ലത്തിനൊന്നും മഴയേ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് അതുകൊണ്ട് രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല. ഒരു ഉച്ചയ്ക്കായ സമയം. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി നിന്നപ്പോഴാണ് നമ്മുടെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കിങ്ങിനിമോളും മീര ചേച്ചിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവർ വീട്ടിൽ നമ്മൾ ഒരു ദിവസം പോയി വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ അവരെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആദ്യപ്പെണ്ണ് ഇതേ അവിടെ കിടന്ന് ഉറക്കമായി കേട്ടോ. ആദ്യം കളിക്കാൻ പോയി. പിന്നെ ഇവിടെ അമ്മയും ചേട്ടനൊക്കെ ജോലിക്ക് പോയി. ലിതിമോളകത്തുണ്ട്. ഫുഡൊക്കെ രാവിലെ കഴിച്ചു. ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അവളുടെ അമ്മയ്ക്കൊക്കെ ഓക്കെ വരുവാണ് കേട്ടോ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് പോകണമെന്ന് വിചാരിച്ചു. പിന്നെ പോകാനുള്ള നമ്മുടെയും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി ചെയ്തില്ലെങ്കിൽ ഒക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ എന്തായാലും അവർ വരട്ടെ. നമ്മൾ ഒരുങ്ങി കുറേ നേരം ഇരിക്കുന്നു. പിന്നെ ഒരുങ്ങി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു ആകാംക്ഷയാണല്ലോ. ഒരു മടുപ്പൊക്കെ തോന്നും. എന്നാലും കുഴപ്പമില്ല. നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം കുറേ നാളായി നമ്മൾ അവർ കണ്ടിട്ട് കാണണമെന്ന് വെച്ചിട്ട് നമ്മളിവിടെ വരുമ്പോൾ കാണണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഒരു സാഹചര്യം കൊണ്ട് അവരെ കാണാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഉള്ളിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഭയങ്കരമായ ജോലിയിലാണ് കേട്ടോ. അവന് കൊച്ചെണീക്കുന്നതിന് മുന്നേ ജോലിയൊക്കെ തീർക്കണ്ട. അതിന് വേണ്ടിയിട്ട് ഉള്ള പണിയിലാണ് കേട്ടോ. കണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നതാ വേണം കിങ്ങിനിമോൾ. ചേച്ചി ഇവിടെ, ചേച്ചി പെണ്ണ എവിടെ? കഥയില്ല, മടിയിലിരിക്കത്തില്ല, അവിടെ ഇരിക്കും. നല്ല കുഞ്ഞാടോ വെച്ചിട്ടില്ല. ചേച്ചിനെ കണ്ട. ചേച്ചി എവിടെ? ചേച്ചി ചാടം നോക്കിയേ. ചേച്ചിനെ തൊട്ടേ മടിയിൽ വെച്ചതാ. എടുക്കാറായില്ലല്ലോ. കുഞ്ഞാവേ എടുക്കാറായില്ല. എടുക്കാറാവുമ്പോ നമുക്ക് എടുക്കാം. അതെ, എനിക്ക് വരാല്ലോ ഇടയ്ക്കിടയ്ക്ക്. ചേച്ചിനെ നോക്കണം. നോക്കിയേ ചേച്ചിയുടെ ചേച്ചി പെണ്ണ്. അതുവേ ഇവിടെ നോക്ക്. അത് നോക്കി. ഉറക്കത്തിന്റെ അവിടെ നമ്മുടെ കുഞ്ഞവിടെ അത്ര ആയില്ല. അതാണ് ഇനി വരുമ്പോ അതെ കേട്ടോ. ആന്റിയൊക്കെ ഒരു ദിവസം അങ്ങോട്ട് വരാം. ആന്റി വരാം. ഞങ്ങളിതേ തിരിച്ച് വീട്ടിൽ പോവാണേ. അപ്പം അതിനെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യും. അപ്പം നമ്മളെ കാണാനായിട്ട് മീര ചേച്ചിയും കിങ്ങിനിയും വന്നിട്ടുണ്ടായിരുന്നു. കിങ്ങിനിമോള് ഫോണിൽ കളിക്കുന്നു. അയ്യോ ചിരി നോക്കിയ കിങ്ങിനിമോളുടെ പുറത്ത് വർത്താനം പറഞ്ഞിരിക്കുന്നു കേട്ടോ. അതെ, അവര് പുറത്തിരിക്കുന്നു. ഞങ്ങൾ പോകാനായിട്ട് അത് നല്ല ഉറക്കവും കഴിഞ്ഞിട്ട് എണീച്ചാണ്. ഞങ്ങൾ കാണിച്ചാൽ ഇപ്പം കാണിച്ചോടി. കൊച്ചിന് ഇരിക്കാനാണ് ഇഷ്ടവേ. കണ്ട് കൊച്ചു എപ്പോഴും തേക്കണ്ട ഇങ്ങനെ ഇരിക്കും. ഞാൻ എപ്പോഴും കൊച്ചിന് ഇങ്ങനെ കുഞ്ഞുടുപ്പൊക്കെ ആയിട്ടോ. ശരിടാ. ഓക്കെ, ശരി. കിങ്ങിനിമോളും മീര ചേച്ചിയും വന്നിട്ട് പോയി. കിങ്ങിനിമോൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരു സങ്കടമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഓണത്തിന് വരുമ്പോൾ പോകണം. അപ്പോൾ കിങ്ങിനിമോൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾക്ക് പോകാൻ ഒരുപാട് ടൈമായി. പോകണം വേഗം, അല്ലെങ്കിൽ വീട്ടിലെത്തുമ്പോഴത്തേക്ക് എന്തായാലും രാത്രിയാവും. അതിൽ പോയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ പോകാനിറങ്ങിയേ. അത് പാല് കുടിക്കുക. അതേ കുഞ്ഞാണ്ടി പോവാണേ. അതുനീ സമയം പോവാതെ ചേട്ടൻ അവിടെ നിൽക്കും. ഇപ്പൊ ആര് പറഞ്ഞു നിങ്ങൾ പോകാത്ത എന്റെ കുഴപ്പമാണ്? അത് ശരി. കേട്ടോടി, ഞാൻ അളക്കട്ടെ. എന്നിട്ട് പോയാ ഞാൻ പിടിക്കാം. അങ്ങനെ ഇടണ്ട.
എന്താ പറഞ്ഞ എന്റെ കൈ പിടിക്കല്ലേ ഒടിഞ്ഞു പോകുന്നു. ആ കയ്യിൽ ഞാനൊന്ന് അമ്മയുടെ ഇങ്ങനെ ആദ്യം പിടിച്ചപ്പോ അമ്മ പറഞ്ഞേ അയ്യോ എന്റെ കൈ പിടിക്കില്ല, എന്റെ കൈ ഒടിഞ്ഞു ഊരിപ്പോയി. അതിന് കൊണ്ടുപോയി ഇങ്ങോട്ട്, ഞാൻ പിടിക്കാമ്മ. സമ്മതിക്കല അങ്ങ് ഭാരം വിഴ തള്ളമാരെ കൊണ്ടുപോകാൻ വെച്ചി. എനിക്കത് ഇഷ്ടമാണ്. അവിടുന്ന് നേരെ അടിമാലി അല്ലെങ്കിൽ പൂപ്പാറ. ഇതിനെ കണ്ടില്ലല്ലോ. പിന്നെ നമ്മളിവിടെ വരുന്നത് അമ്മയുടെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ. അയ്യോ കുറച്ച് നേരം അവർ വന്നിട്ട് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റിയില്ലല്ലോ. അതെന്തായാലും പോണം ഒരു ദിവസം. താകുണ്ട് കേട്ടോ. ഫോട്ടോ വിളിച്ചിട്ടുണ്ട്. ഒരു സാരിയൊക്കെ കൊണ്ട് കൊടുത്തു. അതിന് ഡ്രസ്സും ഒരു ചുരിദാറിൻ്റെ തുണിയൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ കാണിക്കാട്ടോ ഞാൻ. നാളും വന്നപ്പോഴും കൊടുത്തു. വണ്ടി വരട്ടെ. അങ്ങനെ ഞങ്ങൾ എവിടെ എത്തി? വയറ്റിലെത്തി. പൂപ്പാറ ബസ്സിന് കയറി ഇരിക്കുകയാണ് കേട്ടോ. ബർഗർ തിന്നാം. അമ്മ ബർഗർ കഴിക്കും. നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഇടുക്കിയിൽ മാത്രം അടിക്കുന്ന ഒരു പ്രത്യേകതരം തണുത്ത കാറ്റുണ്ട് കേട്ടോ. കാറ്റിങ്ങനെ എൻ്റെ മുടിക്കടെയൊക്കെ പാറി പറന്നു പോയപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മുടെ ഇടുക്കിയിലൊക്കെ എത്തി. അങ്ങനെ കണ്ണൊക്കെ തുറന്ന് നോക്കി വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അതുപോലെ മഞ്ഞായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കണ്ടിരിക്കാനേ. ഹലോ, അപ്പോൾ നമ്മളേ ഇടുക്കി വീട്ടിൽ വന്നു കേട്ടോ. നമ്മളൊരു 9 മണിയൊക്കെയായപ്പോൾ വന്നു. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് കയറി കിടന്നുറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട്. പിന്നെ രാവിലെ ഞാൻ പള്ളിയിൽ പോവാണ് കേട്ടോ. ഞാൻ മാത്രം വന്നാൽ അമ്മച്ചി വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പോയിട്ട് വരാം കേട്ടോ. 8 മണിക്കാണ് പോകുന്നത്. അപ്പോൾ 8 മണി ആയില്ല. അപ്പോൾ പയ്യെ നമുക്ക് ഇറങ്ങിപ്പോവാം. ഇന്ന് ഓട്ടോ അല്ലേ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇന്ന് ഇച്ചിരി പയ്യെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ബാഗ് നമുക്ക് പള്ളിയിൽ പോയിട്ട് വരാം. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയിട്ട് ഏകദേശം 2 മാസത്തോളമായി. നമ്മളവിടെ പോയ ശേഷം നമ്മൾ പള്ളിയിൽ പോയിട്ടില്ല. അപ്പോൾ മെയിനായിട്ട് പള്ളിയിലൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചാണ്. ഞാൻ കുറേ ആയില്ല പോയിട്ട്. അപ്പോൾ ചാച്ചായുടെ അടുത്ത് പോകണം, ചാച്ചനെ കാണണം എന്നൊക്കെ ഒരു കൊതിയുണ്ട്. അപ്പോൾ അതെന്തായാലും പോയിട്ട് വരാം. ഓക്കെ. അപ്പം അമ്മച്ചി രാവിലെ തന്നെ വെറ്റുവാടി വയ്ക്കാനുണ്ട്. പിന്നെ അമ്മയുടെ കുറച്ച് കപ്പ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രോഗ്രസ് എവിടം വരെ ആയെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഇറങ്ങി പോകുന്നു കേട്ടോ. അപ്പോൾ ചാച്ചിയമ്മ ഇന്ന് പള്ളി വന്നില്ല കേട്ടോ. അപ്പോൾ ചാച്ചിയമ്മേനെ കൂടെ കണ്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ പള്ളി കഴിയുന്നതിന് 5 മിനിറ്റ് മുന്നേ ഇറങ്ങി. അയ്യോ ഭയങ്കര നടപ്പ്. നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരെ നടന്നു. പിന്നെ രാവിലെ നമ്മളിവിടെ വരുമ്പോൾ 8:30 പള്ളി തുടങ്ങേ. നമ്മളവിടെ വരുമ്പോഴത്തേക്ക് 8:30. പിന്നെ ഞാൻ ഓടി പാഞ്ഞൊക്കെ വന്നു. അപ്പോഴേ ഞാൻ ചാച്ചമ്മയ്ക്ക് ഒരു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എവിടെ അമ്മച്ചി വന്നില്ല. ഞാൻ അച്ഛമ്മേനെ കണ്ടേ. വയ്യായിരുന്നോ? കഞ്ഞും ഒട്ടുമില്ലേ? വെച്ചിട്ട് പോണോ? ഞാൻ വെച്ച് തന്നേനല്ലോ. ആളല്ലേ തിങ്കളാഴ്ച? ചൊവ്വാഴ്ച. ഈ കിടക്കുന്നതേ ജാതിക്കയുടെ പൂവും കായും കേട്ടോ. അങ്ങനെ ഞാൻ ചാച്ചിയമ്മയുടെ അടുത്ത് കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ചാച്ചിയമ്മയുടെ കമ്മലേ ഒടിഞ്ഞതൊന്ന് വിളക്കിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അത് വിളക്കിച്ചിട്ട് നാളെ കൊണ്ടുപോയി കൊടുക്കണം. അതൊക്കെയാണ് പ്ലാന്. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് വരാം. രാജുമേരി ഇറങ്ങിയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ.
അങ്ങനെ രാജുമാനിക്ക് ഇറങ്ങി മീനൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. ഹലോ, അങ്ങനെ ഞാനൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് വന്നിരിക്കണം. പള്ളിയിൽ പോയിട്ട് വന്നത് ഇന്നലെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കിടന്നൊന്ന് ഉറങ്ങി. ദൈവമേ, എൻ്റെ സ്കിന്ന് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നും. വേറൊന്നുമല്ല, ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സ്കിൻ അങ്ങ് ഡള്ളായിട്ട് അങ്ങ് ശരിക്കും കറുത്തങ്ങോട്ട് ഭയങ്കരമായിട്ടും കറുത്തിട്ട്. അത് അവിടുത്തെ ക്ലൈമറ്റിൻ്റെ കേട്ടോ. കൊല്ലത്ത് നല്ല ഉപ്പ് കാറ്റടി, അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് കൂടുതൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ടും ഡാർക്കാവുന്നതിനല്ല, പക്ഷെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ടും ഡള്ളായിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. അപ്പം അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത്. ഞാൻ ഈ പറഞ്ഞ് കാട് കയറി പോട്ടെ. ഇന്നലെ നമ്മൾ ഇങ്ങോട്ട് പോരാൻ നേരത്തെ നമ്മുടെ അടുത്ത് നമ്മുടെ മീര ചേച്ചി അതുപോലെ കിങ്ങിനിമോൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ നമുക്കേ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് 2 ഉടുപ്പ്, അതുപോലെ ഒരു ചുരിദാർ മെറ്റീരിയൽ, സാരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഇതാണേ, കണ്ടോ, ഇതാണ് ചുരിദാർ മെറ്റീരിയൽ. ഇത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഫുൾ സ്ലീവ് ഒക്കെ വെച്ചിട്ട് ഒന്ന് തയ്ച്ച് നോക്കാൻ ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ തയ്ച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ അതെ ഒരു അമ്മയ്ക്കൊരു സാരി ഉള്ളത്, നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. പോളിസ്റ്റർ ആണെന്ന്, പോളിസ്റ്റർ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നീല ചേച്ചിക്കൊക്കെ ഒരുപാട് താങ്ക്സ് പറയുന്നു. അപ്പോൾ ചേച്ചി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. നമ്മുടെ അമ്മയുടെ കാര്യമാണെങ്കിലും എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട്. അതുപോലെ ഒരുപാട് സന്തോഷമുണ്ട് അവർ വന്ന് കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ല, കിങ്ങിണി മോള് വന്നിട്ട് അവൾക്കൊന്നും കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഒരുപാട് സങ്കടമുണ്ട്. ഇനി പോകുമ്പോൾ എന്തായാലും അവരുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് വരാം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് നമ്മളോട് നല്ല നല്ല കമൻറ്റുകൾ, എല്ലാ വീഡിയോയിലും ഞാനിത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം സന്തോഷമുള്ളതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. മെസ്സേജ് എന്നോട് ഫേസ്ബുക്കിലാണ്, ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ലിജിമോളെയും ചേട്ടായിനെയൊക്കെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മളെയും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഹലോ, അങ്ങനെ ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി കുറച്ച് നേരം മുറ്റത്തിറങ്ങി വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചേ. നല്ല അടിപൊളി വെയിലാണ്, നല്ല സുഖമുള്ള ഒരു തണുത്ത വെള്ളത്തിലാണ് ഞാൻ കുളിച്ചത്. ഞാനപ്പോൾ ഇത് തണുത്ത വെള്ളത്തിലൊന്നും കുളിക്കാറില്ല. തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് വന്ന് ഇറങ്ങി ഇന്ന് വെയിൽ കൊള്ളുവാണ്, നല്ല സുഖമാണ് കേട്ടോ, രക്ഷയില്ല. അപ്പോൾ ഇത് മീൻസേച്ചിയുടെ പൂവൊക്കെ കണ്ടു, നല്ല ഭംഗിയുണ്ടല്ലേ. അമ്മച്ചിയുടെ ഫ്രണ്ടിൽ കപ്പ നട്ടതൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാമെന്ന്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല സുഖമുള്ള വെയിലാണ്, നല്ല പ്രത്യേക ഒരു സുഖം. കുളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഇച്ചിരി നേരം കൊള്ളുന്നതൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കപ്പ മാത്രമല്ല, കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. കണ്ടോ, കപ്പ വളർന്ന് പന്തലിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കപ്പ മാത്രമല്ല, ഇവിടെ നമുക്കൊരു ചെറിയ ഒരു ചാമ്പ വരുന്നുണ്ട്. പിന്നെ ഇത് മധുരക്കിഴങ്ങാണ് കേട്ടോ ഈ കിടക്കുന്നത്. 2 ടൈപ്പ് മധുരക്കിഴങ്ങാണേ. ഇത് മറ്റേ നമ്മുടെ കഞ്ചാവ് ചെടിയുടെയൊക്കെ ഇലയിൽ അതേ കണക്കിലുള്ളൊരു കപ്പയുടെയൊക്കെ, കഞ്ചാവ് എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യും, ഈ കപ്പയുടെയൊക്കെ ഇല കണക്കുള്ളത് ഒരു സൈസ്. പിന്നെ അതെ ഇത് ഒരു സൈസ് വട്ടയില പോലത്തെ ഒരെണ്ണം. പിന്നെ ഇതുണ്ടോ, ഇത് കൂർക്കയാണേ, അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ കൂർക്ക. ഇത് മഞ്ഞളാണ്, കസ്തൂരി മഞ്ഞൾ. നമ്മുടെ ബട്ടർ ഫ്രൂട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ ബട്ടർ ഫ്രൂട്ട് കഴിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതാണ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ട കാട് പോലെ ആയിട്ടുണ്ട്, കപ്പയൊക്കെ വളർന്ന് വലുതായി. പിന്നെ നമ്മുടെ മുട്ടപ്പഴം എന്തെങ്കിലും കായ്ച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. പിന്നെ നമ്മുടെ റോസ ചെടി ഒക്കെ സെറ്റായിട്ടുണ്ട്. എൻ്റെ പുതിയൊരു ചെടി വന്നു, ഇതിൻ്റെ പേരെന്തായിരുന്നു, എൻ്റെ പേര് ഞാൻ പറഞ്ഞത് പറയാനൊരു കമൻറ്റ് ചെയ്യാം. പിന്നെ ചീരകൾ നിൽപ്പുണ്ട്. പിന്നെ നമ്മളിത് ഇതിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ കയറി നോക്കാം. ഇങ്ങനെ ഇതിൽ ഇടയ്ക്കൂടെ കയറാൻ എനിക്ക് പേടിയൊക്കെ ഉണ്ട് കേട്ടോ, പാമ്പൊക്കെ ഉണ്ടെങ്കിൽ. കണ്ടോ അടിപൊളിയായിട്ട് പഴുത്ത് വെക്കുന്നുണ്ടോ, പഴുത്തില്ല സോറി, വലുതായിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവേ. ആണ് എഗ് ഫ്രൂട്ട് ആവശ്യമുള്ളവർ വലുതാകുമ്പോൾ ഞാൻ തരാം കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ കുഞ്ഞു വിശേഷം. ചട്ടി വെള്ളം ചട്ടി മേടിക്കും കേട്ടോ. ഇത് വെള്ളം ആരെങ്കിലൊക്കെ വന്നാൽ കറി വെക്കാനൊക്കെ നമുക്ക് ആൾക്കാരൊക്കെ ഒരു ചെറിയ പെൻഷൻ എടുക്കുവാണെങ്കിലും അത് കൊടുക്കട്ടെ. ഞാൻ കൊടുക്കും. നമ്മൾ 2 ചട്ടി മേടിച്ചിട്ടുണ്ട്. പോകുമ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വരും, അതാണ്. ഇപ്പം നമ്മളായാലും പുറത്തൊക്കെ പോകുമ്പോൾ വില അന്വേഷിക്കുമോ,
ഒരു സാധനം വാങ്ങണമെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ ചോദിച്ചാൽ നാട്ടിലൊക്കെ പോണ വഴിക്ക് റോഡ് സൈഡ് ടിക്കറ്റ് ഉണ്ട് ഇതുപോലത്തെ ചട്ടിയെ. ഭയങ്കര വിലയാ അവര് തിരുവനന്തപുരത്ത് നിന്ന് കാരണം തിരുവനന്തപുരം ഇങ്ങോട്ട് വരുമ്പോഴേക്കും റോഡ് സൈഡിൽ ഞാനും ചേച്ചി ഇത് കണ്ണൂരില് ഈ വിഷുവിന്റെ സമയത്ത് ഞാനും നിരത്തി വെച്ച് വിൽക്കും കേട്ടോ. ഒരു കൊട്ട കൊണ്ട് വിൽക്കും രാവിലെ, ഒരു ഉച്ച ആകുമ്പോൾ വരും, വന്നിട്ട് നിരത്തി വെക്കും, നിരത്തി വെച്ച് വിഷുവിന്. അങ്ങനെ എനിക്ക് 2-3 ലക്ഷം രൂപയുടെ ചട്ടി ആ സീസണിൽ വിൽക്കും. എല്ലാ സാധനവും ഞാൻ ഇറക്കി വെച്ച് വിൽക്കും, എല്ലാ സാധനവും. ഇത് എനിക്ക് വലിയായിട്ട് ഇഷ്ടപ്പെട്ടു. 4 കിലോ വെക്കാൻ പറ്റും. ഞാൻ മാത്രമേ ഇങ്ങനെ ചുമന്ന് വിൽക്കുന്ന ഒരാൾ ഇപ്പോൾ ഉള്ളു. ഭയങ്കര ബാക്കി ബൈക്കിലും കാറിലും വിൽക്കുന്നവരുണ്ട്. പിന്നെ വെയിറ്റ് അല്ലേ. കുഞ്ഞിക്കട്ടി ഇഷ്ടപ്പെട്ടു എനിക്ക്. ശരി, ഓക്കെ. ആ